Good afternoon. കുറച്ച് കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. 11 പേരാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എല്ലാവരും ക്രിസ്മസിന്റെ ആഘോഷം കഴിഞ്ഞില്ലേ? ക്രിസ്മസ് ഒക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് ക്ലാസ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ക്രിസ്മസ് ഒക്കെ തിരക്കിലാണ് അല്ലേ? പിള്ളേരുകളൊക്കെ വീട്ടിലുണ്ട്. അവര് വെക്കേഷൻ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണോ അറിയില്ല. അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് പേരാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് ക്ലാസ് നോക്കാം. ആരെങ്കിലൊക്കെ ഇനി ജോയിൻ ചെയ്യാണെങ്കിൽ ചെയ്യട്ടെ. എത്രയാ? 1:33 ആയിട്ടുണ്ട് സമയം. ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്റർ എടുക്കണേന്ന് ഓർക്കണ്ടാവും. മറന്നുപോയോ? ചാപ്റ്റർ ആയിരുന്നു an overview of health and hospital administration എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മൾ അതിൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര എണ്ണം പറഞ്ഞായിരുന്നു? ഒബ്ജക്റ്റീവ്സ് 8 എണ്ണം പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിക്കണം. അത് നോട്ട് ചെയ്തിടുക. ഒബ്ജക്റ്റീവ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റത്തെ എന്താ പറഞ്ഞ? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ഒബ്ജക്റ്റീവിൽ വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. പ്രിൻസിപ്പിൾ പഠിച്ചില്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പ്രിൻസിപ്പിൾ നോട്ട് ചെയ്തിടുക. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. നീ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞല്ല, ഇമ്പോർട്ടന്റ് അല്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുന്നു എന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് എന്താ പറഞ്ഞത്? To promote the awareness of health care among all sections of the people. എല്ലാ വിഭാഗം ജനങ്ങളിലും ഹെൽത്തിനെ കുറിച്ചുള്ള, ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, to promote awareness among functionaries included in health and hospital management. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലുള്ള ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക. ഞാൻ പറഞ്ഞു, അതിനകത്ത് ആ ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് നോട്ട് ചെയ്തിടുക. ടു എൻകറേജ് റിസർച്ച്. റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുക. എവിടെയാണ്? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. To encourage research in the field of health and hospital management. Health and hospital management മേഖലയിലെ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത നോക്കിയേ, to encourage the development of high quality hospital services and community health care. ഹോസ്പിറ്റൽ എത്രാമത്തെ പോയിന്റ്? 4ാമത്തെ പോയിന്റ് അല്ലേ? To encourage the development of high quality hospital services and community health care. ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും ഒക്കെ ഡെവലപ്മെന്റ്, വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഉയർന്ന നിലവാരമുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും ഒക്കെ ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. പിന്നെ അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റില്, ടു എൻകറേജ് എ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. For the exchange of ideas and information among health and hospital planners, academicians, administrators, different statutory body, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ,
and the public for the improvement of hospital and healthcare delivery system. എന്താ പറഞ്ഞിട്ടുണ്ടെ ഹോസ്പിറ്റല് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം സംവിധാനത്തിന്റെയൊക്കെ അത് സംവിധാനങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ പ്ലാനർമാര്, അക്കാദമീഷ്യൻസ്, അക്കാദമിയിലെ ഒരംഗം, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പബ്ലിക്, പൊതുജനങ്ങള് എന്നിവർക്കിടയിൽ ആ ഐഡിയാസ്, അവരുടെ ചിന്തകളും ഇൻഫർമേഷനും ഒക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആദ്യത്തെ ആ ഒരു ചെറിയൊരു ലൈൻ മാത്രം നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ദ എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് health and hospital planners, academician, administrators, different statutory body and public. ഇവർക്കൊക്കെ ഇവരുടെ ഇടയിൽ ഐഡിയാസും ഇൻഫർമേഷനും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ടു എൻകറേജ് എ മീറ്റിംഗ്, അതൊന്ന് നോട്ട് ചെയ്തിട്ടാ മതി. ടു എൻകറേജ് എ മീറ്റിംഗ്. അടുത്തത് 6ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത് നമ്മള്? To involve norms and standards for accreditation of healthcare organization and to adopt means of evaluation of such institution to increase the quality of healthcare in the community. ഒരു കമ്മ്യൂണിറ്റിയിലെ, ഒരു സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും ഗുണനിലവാരവും വികസിപ്പിക്കുക. അത്തരം ഒരു സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. To evolve norms and standards for accreditation of healthcare organization. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഒക്കെ വികസിപ്പിക്കുക. അതെന്തിനു വേണ്ടിയിട്ടാ? ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഗുണനിലവാരം ഇംപ്രൂവ് ചെയ്യുന്ന, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത പോയിന്റ്, 7ാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എവിടെയാ? ഇൻ ഓൾ സൈഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ സർവീസസ്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസുകളുടെ, പിന്നെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ എല്ലാവർക്കും എന്താ ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഒരു അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കി, 8ാമത്തെ പോയിന്റ്. To renovate ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കുക. The knowledge and the skills of the health and hospital administration and other personnel included in the management of healthcare organization by way of continuous education and research. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളുടെ മാനേജ്മെന്റ് ഉൾപ്പെട്ടിരിക്കുന്ന, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു മാനേജ്മെന്റില് ഉൾപ്പെട്ടിരിക്കുന്ന, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരും മറ്റു ഉദ്യോഗസ്ഥരുടെയും സ്കിൽസും നോളജും എന്ത് ചെയ്യുക? നവീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ചെറിയ ലൈൻ മാത്രം നോട്ട് ചെയ്തിടുക. ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽസ്. നോളജും സ്കിൽസും നവീകരിക്കുക. ആരുടെയാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അതർ പേഴ്സണൽ. അത്രയൊന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരുടെ, മറ്റുള്ള ഉദ്യോഗസ്ഥരുടെയും നോളജും അറിവും അവരുടെ കഴിവുകളും നവീകരിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, 9th പോയിന്റ്. ഇവിടെ തുടങ്ങിയാണ്. അതൊക്കെ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നുകൂടി ഞാനത് വായിച്ചു എന്നുള്ളൂ കേട്ടോ. 9th വൺ നോക്കിയേ.
To encourage. Encourage ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. To encourage and grant recognition to research in the field of health and hospital management and to award scholarship and assistance in other suitable forms to deserving individuals and institutions. Okay, next one. To encourage and grant recognition of to research in the field of health and hospital management and to award scholarship and assistance in other suitable forms of to deserving individuals and institutions. Health hospital management. Health hospital management എന്നീ മേഖലകളിലുള്ള റിസർച്ച് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് റിക്കഗ്നേഷൻ എന്ന് വെച്ചാൽ അംഗീകാരം നൽകുന്നതിനും. മനസ്സിലാവുന്നുണ്ടോ? നോക്കി എന്താ പറഞ്ഞേക്കുന്നേ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിലുള്ള റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനുള്ള ഒരു റിക്കഗ്നീഷൻ, ഒരു അംഗീകാരം നൽകുന്നതിനും അർഹരായിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അല്ലെങ്കിൽ മറ്റുള്ള രൂപങ്ങൾക്കും ഒക്കെ അവാർഡുകളും സ്കോളർഷിപ്പും അസിസ്റ്റന്റ് സഹായവും നൽകുക. നോക്കിയൊക്കെ പറയാം. ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന് റിസർച്ചിനുള്ള ഒരു അംഗീകാരം, ഒരു റിക്കഗ്നേഷൻ, ഒരു അംഗീകാരം നൽകുന്നതിനും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ അവാർഡും സ്കോളർഷിപ്പും അതിനുള്ള അസിസ്റ്റൻസ്, അതിനുള്ള സഹായവും ഒക്കെ നൽകാറുണ്ട്. ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ് സ്കോളർഷിപ്പ് ആൻഡ് അസിസ്റ്റൻസ് in other suitable forms to deserving individuals and institutions. അടുത്ത പോയിന്റ് നോക്കി, 10th one. To function as advisory or consultative body. അടുത്ത ഒരു അഡ്വൈസറി, ഒരു ഉപദേശക അല്ലെങ്കിൽ കൺസൾട്ടേറ്റീവ്, ഒരു ഉപദേശക ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അതത്ര ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. To function as advisory or consultative body, ഒരു ഉപദേശക ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. In the best interest of community and country, to central and state government, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and other health related organization when need so emergence or services are demand for. Okay, ഒരു സെന്റൻസ് ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് എത്തുമ്പോഴാണ് ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. വലിയ സെന്റൻസ് ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ലൈൻ ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞ, ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അത് ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, അത് നമ്മളൊരു ഒരു ഓർഗനൈസേഷൻ ആവശ്യപ്പെടും when need so emergence or services are demand for. ഒരു സംഘടന ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യപ്പെടുമ്പോൾ അവിടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകള്, പിന്നെ പൊതുമേഖല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങള്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങൾ, ആൻഡ് അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേഷൻ, ആരോഗ്യ സംബന്ധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായിട്ട് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും മികച്ച
താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഉപദേശക ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. അതിലാണ് ആ ഒരു പാരഗ്രാഫ് തന്നേക്കുന്നത്. ഒറ്റ സെയിം സെന്റൻസ് ആക്കി തന്നേക്കുക. എന്താണ് നമുക്കൊരു ഒരു സംഘടന ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ സർവീസ് സേവനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകള്, പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങള്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, മറ്റുള്ള അതർ ഹെൽത്ത് റിലേറ്റഡ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻസ് എന്നിവയ്ക്ക് രാജ്യത്തിന്റെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ എന്നിവയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ രാജ്യത്തിന്റെയും ഒക്കെ ഏറ്റവും മികച്ച ഒരു ഉപദേശക ബോഡിയായി പ്രവർത്തിക്കുക. നിങ്ങൾ ആ ഫസ്റ്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ടു ഫങ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. 11ാമത്തെ പോയിന്റ് എന്താ? ഇതെല്ലാം ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഇതായിട്ടാ തന്നേക്കുന്നത്. ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും ഞാൻ ഷോർട്ട് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി, ഷോർട്ടായിട്ട്. ഇതിനകത്തുനിന്ന് ഇപ്പൊ 10ാമത്തെ പോയിന്റിൽ നമുക്ക് ഇത്രയും പറയാലോ. ഫങ്ഷൻ ആസ് അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, ഒരു ഉപദേശക ബോഡി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ടു ഹെൽപ് ടു പ്രിപ്പയർ SOP, SOPs നമ്മൾ പഠിച്ചതല്ലേ. SOPs ഏതാ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. To help to prepare SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് on healthcare management, quality and accreditation, health technology, healthcare industry, related subject textbook for health management courses for benefits of the students and the faculty, hospital and healthcare organization and academic institution. ഇത് ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മള് ഈ ഒരു സ്റ്റുഡൻസിനും ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപകർ, സ്റ്റുഡൻസിനും അധ്യാപകർക്കും ഒക്കെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിനും അധ്യാപകർക്കും ഒക്കെ ഒരു പ്രയോജനം, ബെനിഫിറ്റ്സ്, ഒരു പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റല്, ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകള് എന്നിവയ്ക്കുള്ള പുസ്തകങ്ങള്, ടെക്സ്റ്റ്, ലിറ്ററേച്ചർ, മാനുവല് എന്നിവയ്ക്കുള്ള ടെക്സ്റ്റുകള്, അക്കാദമിക് മറ്റുള്ള ആരോഗ്യ പരിപാലന സംഘടനകള്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്സ്, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഇൻഡസ്ട്രിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങള് എന്നിവയെ കുറിച്ചുള്ള സോപ്സ്, മാനുവല്, ലിറ്ററേച്ചർ, ബുക്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു ഹെൽപ് ടു പ്രിപ്പയർ സോപ്സ്, മാനുവൽ, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക. ഇതൊക്കെ ആർക്കാണ്? ഹോസ്പിറ്റലിനും ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾക്കുള്ള പുസ്തകങ്ങള്, അതൊക്കെ ഈ സ്റ്റുഡൻസിനും മറ്റുള്ള അധ്യാപകർക്കും ഒക്കെ പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മള് പല സംഘടനകൾ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്സ് ഇതൊക്കെ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇവർക്കൊക്കെ ഒരു പ്രയോജനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സോപ്സ്, മാനുവൽസ്, ലിറ്ററേച്ചർ, ബുക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുക. അതാണ് പറഞ്ഞേക്കുന്നത് പോയിന്റ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അത്രയും മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആണ് ബാക്കിയൊക്കെ വന്നേക്കുന്നത്. എന്നിവ തയ്യാറാക്കാൻ സഹായിക്കുക എന്നുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, 12ാമത്തെ പോയിന്റ് എന്താ? To tackle professional consultancy in the field of healthcare system management, quality and accreditation, health technology, assessment, medical tourism, disaster management,
healthcare delivery organization, public health facility, and services for overall improvement of the facility. ഈ ഒരു ഫെസിലിറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഫെസിലിറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഇനി നിങ്ങൾ അതിന്റെ ആദ്യം മുതൽ നോക്കി, ഹെൽത്ത് in the field of health system management, quality and accreditation, health technology, assessment, medical tourism, disaster management, healthcare delivery organization, public health facility and service, എന്നീ മേഖലകളിലെ പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യാൻ. അത്രയും നോക്കിയാൽ മതി. ഫസ്റ്റ് ലൈൻ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട്, എന്നിവയുടെ എന്നീ മേഖലകളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ തുടങ്ങി നോക്കാം കേട്ടോ. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facility and service എന്നീ മേഖലകളിലെ പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യാൻ. ഓക്കെ, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി അത്രയൊന്ന് നോട്ട് ചെയ്തിടാം. അടുത്ത് നോക്കിയേ, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ on different parameters to bring competitiveness for enhancing healthcare quality and training. ഒരു ആരോഗ്യ പരിരക്ഷയുടെ ഒരു ഗുണനിലവാരം, അതിന്റെ ട്രെയിനിങ്, പരിശീലനം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മത്സരക്ഷമത കൊണ്ടുവരികയും വിവിധ മാനദണ്ഡങ്ങളില് ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുകയും ചെയ്യുക. To conduct inter-hospital or institution award competitions. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. To conduct inter-hospital or institution award competitions. Okay. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, to realize and make a facility to the individual who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ പൊതുവെയും അക്കാദമിക് ആയിട്ടുള്ളത് സാധാരണമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളെ കുറിച്ച് വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ തിരിച്ചറിയുകയും അവർക്കുള്ള ഫെസിലിറ്റി ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്. To realize and to make a facility to the individual who have made extraordinary and significant contribution in the field of health and hospital management in general to the academy in particular. ഇത്രയുള്ളൂ. നമ്മൾ നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റൽ മേഖലയിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളെ, പല കോൺട്രിബ്യൂഷൻസ് നൽകിയ ആളുകളെ നമ്മൾ റിയലൈസ് ചെയ്യുക, അവരെ തിരിച്ചറിയുകയും അവർക്കുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഇത്ര നോക്കി വെച്ചാൽ മതി. അതിനകത്ത് ടു റിയലൈസ് ആൻഡ് മേക്ക് എ ഫെസിലിറ്റി ടു ദ ഇൻഡിവിജ്വൽ. എന്തിലാണ്? ഹെൽത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫീൽഡില് കോൺട്രിബ്യൂഷൻസ് നൽകിയ, എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻസ് നൽകിയ വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുകയും ചെയ്യുക. ഇത്രയും ഇങ്ങനെ 14 പോയിന്റ്സ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇത്രയും വലിയ പോയിന്റ്സ് കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഇതേവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറയണേ? നമുക്ക് വെറുതെ ഒന്ന് വായിച്ച് പറയാനേ പറ്റുള്ളൂ. വെറുതെ ഒന്ന് വായിച്ചൊന്ന് മീനിങ് പറഞ്ഞു. എന്തായാലും നമ്മുടെ ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്കത് ആ ഒരു പേജ് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൽ നിന്ന് ആരും അധികം ചിന്തിച്ച് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സെക്ഷനിൽ നിന്ന്
ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒബ്ജക്റ്റീവ്സ് വിട്ടേക്കുക, വെറുതെ ഒന്ന് വായിച്ചു വെക്കാതെ മാത്രം പ്രിൻസിപ്പിൾസ് പഠിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ പറയോ അയ്യോ ഒന്നൊന്നും മനസ്സിലായില്ല, ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത് ഇത് പറയും. അതാണ് ഇതിനെ ചൊല്ലി നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കണ്ട. ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അത്ര തറവായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇത് വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാന്ന് മാത്രം. എന്തായാലും അത് പറഞ്ഞേക്കണേന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കിയേ, ഇൻഡിക്കേറ്റർ ആണ്. Indicators for measuring impact of the healthcare administration. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ എന്താ? നമ്മള് സൂചകങ്ങൾ എന്ന് പറയും മലയാളം. ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ വാക്സിൻ എടുക്കും, നോക്കാം. നമ്മൾ വാക്സിൻ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് നമ്മുടെ വാക്സിൻ എടുത്തതിലെ ഡേറ്റ അനലൈസ് ചെയ്യൂലോ, അല്ലെ? ആ ഡേറ്റ അനലൈസ് ചെയ്ത് ഇപ്പൊ ഒരു പോപ്പുലേഷനില് ഇപ്പൊ ഒരു നമ്മുടെ ഒരു വാർഡില് വാക്സിൻസ് എടുത്തവരുടെ ലിസ്റ്റ് നമുക്കത് ഗ്രാഫൊക്കെ ആക്കിയൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റ അനലൈസ് ഉണ്ടല്ലോ, സർവേകൾ നടത്തും. എന്നിട്ട് അതിൽ എത്ര പേര് വാക്സിൻ എടുത്തു എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ എന്തായാലും നമ്മള് ഈ ഒരു പോപ്പുലേഷനില് അല്ലെങ്കിൽ നമ്മളൊരു വാർഡാണെങ്കിൽ വാർഡില് വാക്സിൻ എടുത്ത ആളുകൾ അതിന്റെ നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര പേര് വാക്സിൻ എടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ആ വാക്സിൻ എടുത്ത ആളുകളിൽ നിന്നും നമുക്ക് ആ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു പോപ്പുലേഷന്റെ പ്രസന്റ് ഹെൽത്ത് എങ്ങനെയാണ്, അല്ലെ? ആ ആളുകളുടെ ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഫിനോപ്റ്ററിൻ അങ്ങനെയുള്ള സംഭവം അല്ല. അതൊക്കെ നമ്മുടെ ലാബിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യൂലേ, ഡേറ്റ അനലൈസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു എന്തിനാണ്? നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ നമ്മളിപ്പോ പോളിയോ ആണെങ്കിലും അതിനുശേഷം ഡാറ്റ അനലൈസിസ് വരില്ലേ, ഒരു സർവേ എടുക്കാൻ വരൂലേ, എത്ര ഇപ്പൊ ഓരോ നമ്മുടെ വീട്ടു നമ്പർ നോക്കിയിട്ട് എത്ര കുട്ടികൾ വാക്സിൻ എടുത്തു വരാറില്ലേ, അല്ലേ? വാക്സിൻ എടുത്തതൊക്കെ വരാറില്ലേ? പോളിയോ ആണെങ്കിൽ പോളിയോ മരുന്ന് എത്ര കുട്ടികൾ എടുക്കാത്തവർ അടുത്ത ഒരു ഡേറ്റ് ഉണ്ട്, അടുത്ത മാസം ഇത്രാം തീയതി വീണ്ടും നമ്മൾ എടുക്കാത്തവർക്ക് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റ അവർ അനലൈസ് ചെയ്തതിന് എന്തിനു വേണ്ടിയിട്ടാ? ആ ഒരു ഹെൽത്തിന്റെ നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താ ഡേറ്റകളാണ് നമ്മൾ എടുക്കുന്ന ഡേറ്റകൾ. അപ്പൊ അതിനകത്ത് ഓരോന്നും ഡീറ്റെയിൽ നമുക്ക് പറയാം. എന്താ പറഞ്ഞിട്ടുണ്ട്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താ? കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഏറ്റവും അല്ലെങ്കിൽ ഒരു മൂലകത്തായിട്ടുള്ള സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്താലാണ് നമുക്ക് എത്രത്തോളം പേര് വാക്സിൻ എടുത്തു, അപ്പൊ ആ പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് അവരൊരു സർവേ എടുക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാ നമുക്ക് അതിനനുസരിച്ചുള്ള അടുത്ത നെക്സ്റ്റ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ്, ഇനി എത്ര പേർക്ക് ബാലൻസ് കൊടുക്കാറുണ്ട്, ഇതൊക്കെ നമുക്ക് അതിലൂടെ ഡേറ്റ അനലൈസിസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിലൂടെ നമുക്ക് അവർക്ക് വീണ്ടും ഒരു പ്രാവശ്യം വാക്സിൻ എടുക്കാത്തവർക്ക് നെക്സ്റ്റ് ഇന്ന മന്തില് അത് അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും കൊടുക്കാനും ഒക്കെ സഹായിക്കും. എന്തായാലും ഇവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു പോപ്പുലേഷന്റെ ഒരു മൂല്യവത്തായിട്ടുള്ള സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, health indicators are
കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള സവിശേഷതയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ്. ഇനി റിസർച്ചേഴ്സ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ് ആസ് സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടീവ് ഒരു എവിഡൻസ് ആയിട്ട്, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂചകമായിട്ട്, നമുക്ക് ഒരു തെളിവായിട്ട് നമുക്ക് റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വിച്ച് റിസർച്ചേഴ്സ് യൂസ് ആസ് സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അടിസ്ഥാന ഒരു തെളിവായിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. which researchers use as supporting evidence for explaining health of a population. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? സെന്റൻസ് ക്ലിയർ ആവുന്നില്ലേ? യെസ്. അപ്പൊ അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, the researchers use health indicator as എന്താ അവിടെ ഒരു ഡാഷ് ഇട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ. നോർമലി researchers will use a survey methodology to collect the information about a population sample. ഒരു പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന ഏതാ? സർവേ മെത്തഡോളജി. അണ്ടർലൈൻ ചെയ്തിട്ട് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ. Researchers will use dash to collect the information about a population sample. ഒരു പോപ്പുലേഷൻ സാമ്പിളിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സാധാരണയായിട്ട് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ഏതാണ്? സർവേ മെത്തഡോളജി. കിട്ടിയോ? ആ വേർഡ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സർവേ മെത്തഡോളജി. ഇനി നോക്കിയേ. യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് the information gathered to the total population. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ ഉപയോഗിക്കുന്നത്? ഈ ഡേറ്റാസ് ഒക്കെ അനലൈസ് ചെയ്ത് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഒരു ജനസംഖ്യയില് നമ്മൾ ശേഖരിച്ച വിവരങ്ങള് സാമാന്യവൽക്കരിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. നോക്കിയേ. Use statistics to generalize the information gathered to the population. ഒരു പോപ്പുലേഷനില് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളും സാധാരണയായിട്ട് എന്താ പറയാ ഒരു സാമാന്യവൽക്കരിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Use statistical analysis to make the statement about the health of the population. കൂടാതെ ഒരു ജനസംഖ്യയുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. രണ്ടാമത് നോക്കിയേ. And then use the statistical analysis to make the statement about the health of the population. ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താനും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ഗ്രാഫ് ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ ഓരോ പോപ്പുലേഷൻ ഇവിടെ പോപ്പുലേഷൻ എടുക്കും. ഇവിടെ ഇപ്പൊ നമ്മൾ വാക്സിൻ എടുത്തവർക്കിടെയാണെങ്കിൽ അങ്ങനെ എന്നിട്ട് ആ ഗ്രാഫിന്റെ കയറ്റം നോക്കൂലേ? ഇപ്പൊ കഴിഞ്ഞപ്പോ 2000 ഒടുങ്ങി എടുക്കുകയാണെങ്കിൽ 2024 വരെയുള്ള ഇത് നോക്കി കഴിഞ്ഞാൽ ഗ്രാഫ് കൂടുകയാണോ കുറയാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോപ്പുലേഷന്റെ ഒരു ഹെൽത്തിനെ കുറിച്ച് നമുക്കൊരു പ്രസ്താവന നടത്താൻ പറ്റും. ഇപ്പൊ പറയാം 2024 ആയപ്പോഴത്തേക്കും വാക്സിൻസ് എടുത്ത ആളുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ ആളുകളുടെ ഹെൽത്ത് കുറച്ചും കൂടി ഹെൽത്ത് ഒരു ഇംപ്രൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരില്ല. ആ ഒരു ഇതിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പോപ്പുലേഷനിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങള് ഗ്യാദർ ചെയ്യാൻ
സാമാന്യവൽക്കരിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പറഞ്ഞേക്കുന്ന ജനസംഖ്യയുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്താനും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കിയേ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓപ്പൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് എന്തിനാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി. ഹെൽത്ത് കെയർ പോളിസി നയിക്കാൻ, ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി. ഹെൽത്ത് കെയർ പോളിസി നയിക്കാൻ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്ത ഡാറ്റാ പോയിന്റ്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി. ഹെൽത്ത് കെയർ പോളിസി നയിക്കാൻ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. ഓർ അല്ലെങ്കിലോ ടു മേക്ക് ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ഒരു ജനസംഖ്യയുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ, ഒരു ജനസംഖ്യയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങള്, എന്തൊക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ആ പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ രണ്ട് സെന്റൻസും ആ ഒരു ഒറ്റ സെന്റൻസിലാണ് രണ്ട് കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓഫൺ യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഡാഷ്. എന്തിനാ? ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി. ഹെൽത്ത് കെയർ പോളിസി നയിക്കുന്നതിനോ അല്ലെങ്കിലോ ഒരു ജനസംഖ്യയുടെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനോ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ ആ ഒരു സെന്റൻസ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും പിന്നെ അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യാൻ പറയാ, നോട്ട് ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത്. അതാണ് നോട്ട് ചെയ്ത് പഠിക്കാൻ പ്രത്യേകം പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ എല്ലാ ചാപ്റ്ററും വലിയ ചാപ്റ്ററുകളാണ് തേർഡ് ഫോർത്തില് 10ഉം 12ഉം 15ഉം ഒക്കെ പേജുകളുള്ള. അപ്പൊ അത് ഫുള്ള് നിങ്ങള് കുറെ ഇങ്ങനെ നമുക്ക് ഒരു ഏകദേശം ഒരു പേജ് എടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്, അത് ഏതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും എടുക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്തിടാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു ഭാഗത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. നിങ്ങൾക്ക് അറിയാം ഒരു സെക്ഷനിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താ ഫുൾ ആയിട്ട് ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത്. കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നോക്കി ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ടിക്കിട്ട് വെച്ചോ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗോൾ health must have the following characteristics. A health indicators which will be used internationally to explain global health must have the following characteristics. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഗ്ലോബൽ ഹെൽത്ത്, ഒരു ആഗോള തലത്തില് ഒരു ആഗോള ആരോഗ്യ വിശദീകരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഇനി താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ നോക്കുന്നത്. First point നോക്കിയേ, it must be explained in such a way that it can be gauged uniformly internationally. അത് ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരേപോലെ അളക്കാൻ കഴിയുന്ന രീതിയിൽ വിശദീകരിക്കണം. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. ഒരു അന്താരാഷ്ട്ര തലത്തില് എന്താണ് ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തില് അത് വിശദീകരിക്കണം. ഇപ്പൊ നമ്മൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡേറ്റാസ് അനലൈസ് ചെയ്യൂലേ, അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന അതിനു വേണ്ടി അത് ചെയ്യുന്നത് അനലൈസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മൾ അവിടുത്തെ പോപ്പുലേഷന്റെ ഇപ്പൊ നമ്മൾ ഹെൽത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതപ്പോ നമ്മൾ അത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ എല്ലാ രീതിയിലും ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ അളക്കാൻ കഴിയുന്ന വിധത്തില് അത് വിശദീകരിക്കാൻ പറ്റണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇത് ഓരോ സെക്ഷനിലും വേറെ ഒന്നും അല്ല, എല്ലാവർക്കും ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി വേണം. ആ കൊടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി വേണം, കൃത്യമായിരിക്കണം. നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അടുത്ത് നോക്കിയേ മൂന്നാമത്തെ പോയിന്റില്, ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡേറ്റ വിച്ച് ക്യാൻ പ്രാക്ടിക്കലി ബി കളക്ടഡ് ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ന്യായമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഒരു പ്രായോഗികമായി ശേഖരിക്കാൻ കഴിയുന്ന ഡേറ്റ ആയിരിക്കണം. ഇപ്പൊ നമ്മൾ 1 വർഷം 2 വർഷം അങ്ങനെയല്ല, ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അതിന്. ആ ഒരു ടൈമിന്റെ ഉള്ളിൽ ഒരു ന്യായമായിട്ടുള്ളത് നമ്മളത് ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ നമുക്ക് ഏകദേശം അതെല്ലായിടത്തു നിന്ന് ഗ്യാദർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, എന്താ പറഞ്ഞിരുന്നത്. അപ്പൊ ന്യായമായ സമയത്തിനുള്ളിൽ പ്രായോഗികമായി ശേഖരിക്കാൻ കഴിയുന്ന ഒരു ഡേറ്റ ആയിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്ക് ഒരു 1,00,000 ആളുകളുടെ ഒരു ദിവസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റൂല, അല്ലെ? ഒരു കറക്റ്റ് ഒരു ന്യായം വേണം. ഒരു സമയം ഇത്ര ടൈം കൊണ്ട് നമുക്ക് ഏകദേശം തീരാൻ പറ്റും എന്നറിയാലോ. അപ്പൊ അങ്ങനെ ഒരു ന്യായമായുള്ള സമയത്തിനുള്ളിൽ പ്രായോഗികമായി നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റ ആയിരിക്കണം എന്ന് അങ്ങനെയായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, the analysis of the data must result in a recommendation on which the people can make the changes to improve health. ഇനിയിപ്പോ ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യൂലേ, അത് ഡേറ്റയുടെ ആ വിശകലനം നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താന്നതിന് ആളുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്തണോ ആ രീതിയിലായിരിക്കണം. ആളുകൾക്ക് ആ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ഇത്രയും ആളുകള് ഇപ്പൊ വാക്സിൻ ആണെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് ആ ആളുകൾക്ക് ഫർദർ ഇംപ്രൂവ്മെന്റിനുള്ള ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടി കൊടുക്കണം. ആ ഒരു രീതിയിലായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ഡേറ്റയുടെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ആരോഗ്യമൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിൽ എന്ത് ചെയ്യണം, അതില് കലാശിക്കണം, ആ ഒരു ശുപാർശയില് കലാശിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. 4 പോയിന്റ്സ് ആണ്. 4ഉം കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത്തെ എന്താ, ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. രണ്ടാമത്തെ പോയിന്റില് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ന്യായമായ സമയത്തിനുള്ളിൽ പ്രായോഗികപരമായി ശേഖരിക്കാൻ പറ്റുന്ന ഡേറ്റ ആയിരിക്കണം. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ, ആ ഒരു ഡേറ്റയുടെ ഒരു അനലൈസിസ്, ഒരു വിശകലനം നമുക്ക് ആരോഗ്യം ഇനി ഫർദർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മെച്ചപ്പെടുത്തുന്നതിന്, നമുക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് അപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമല്ലോ. അപ്പൊ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു ശുപാർശയിൽ കലാശിക്കണം. അത്രയാണ് ക്യാരക്ടർ. 4 പോയിന്റ്സും 4 ടിക്കറ്റ് വെച്ചേക്കാം കേട്ടോ. Which of the following is included in the characteristics of a health indicator? നമ്മൾ ചോദിക്കാം, അല്ലെങ്കിൽ നോട്ട് ഇൻക്ലൂഡഡ് എന്നാണെങ്കിലും ചോദിക്കാം. 4 പോയിന്റ്സും ടിക്കറ്റ് വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, the indicators used to measure the health status. ഒരു ആരോഗ്യനില അളക്കാൻ കഴിയുന്ന ഒരു സൂചകം. The indicators used to measure health status. ഒരു health status അളക്കാൻ കഴിയുന്ന ഒരു indicator. The indicator determines of health and health system. Okay, the indicator എന്ന് പറഞ്ഞാൽ ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി പഠിച്ചല്ലേ? മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡെത്ത് ആണ്.
ഡെത്ത്. മോർബിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാവസ്ഥ. മോർബിഡിറ്റി രോഗാവസ്ഥ. ഡിസബിലിറ്റി വൈകല്യം. ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ബ്രാക്കറ്റിലുണ്ട്. ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ, ആരോഗ്യ സ്വഭാവങ്ങളൊക്കെ അതിനകത്ത് വരുന്ന. ആൻഡ് ദ ഹെൽത്ത് സിസ്റ്റം, സർജിക്കൽ പ്രൊസീജിയർ ആവാം, മെഡിക്കേഷൻ യൂസ് ആവാം, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ് ആവാം. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു ഹെൽത്തിന്റെയും ഒരു ആരോഗ്യത്തിന്റെയും ആരോഗ്യ സംവിധാനത്തിന്റെയും നിർണായ ഘടകങ്ങൾ. ഇൻഡിക്കേറ്റേഴ്സ് ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം. ഒരു ഹെൽത്തിന്റെയും ഒരു ആരോഗ്യത്തിന്റെയും ആരോഗ്യ സംവിധാനത്തിന്റെയും നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആരോഗ്യത്തിന്റെയും ആരോഗ്യ സംവിധാനത്തിന്റെയും നിർണായകമായിട്ടുള്ള ഘടകങ്ങൾ. ഫസ്റ്റ് ആണ് ഡെത്ത് റേറ്റ്. കേട്ടിട്ടുണ്ടല്ലോ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞത് അല്ലെ? ഡെത്ത് റേറ്റ് ഓർ മോർട്ടാലിറ്റി റേറ്റ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെത്ത് റേറ്റ്, മരണനിരക്ക്. മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ്. Mortality rate or death rate is a scale of the number of deaths. ഒരു നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിൽ ആണ്. അവിടെ മരിച്ച ഡെത്തിന്റെ ഒരു സ്കെയില്, എത്ര ആളുകൾ മരിച്ചു എന്നാണ്. The scale of the number of deaths in a particular population, ഒരു പ്രത്യേക പോപ്പുലേഷനില്. അതെങ്ങനെയാ? മെഷർ ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ആ ഒരു പോപ്പുലേഷന്റെ സൈസ്, വലുപ്പത്തെ അടിസ്ഥാനമാക്കി പെർ യൂണിറ്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈമില് ഉള്ള നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഡെത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റില്. ജനറൽ ഓർ ഓണിംഗ് ടു സ്പെസിഫിക് കോസ്. ഒരു ജനറൽ ആയിട്ട് മരിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കാരണം മൂലമോ മരിക്കുന്നത്, എങ്ങനെയായാലും അതിന്റെ നമ്പർ ഓഫ് ഡെത്ത്. എന്തൊക്കെ പറഞ്ഞേക്കുന്നത് അവിടെ? മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു പ്രത്യേക ടൈമില്, ബാക്കി നോക്കിപ്പോയേ, ഒരു പ്രത്യേക ടൈമില് ആ ഒരു പ്രത്യേക പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആ ഒരു പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് ലാസ്റ്റ് നോക്കാട്ടോ. ഒരു പ്രത്യേക ടൈമില് ആ പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡെത്ത് റേറ്റ്. കിട്ടിയോ? ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. The term mortality indicates the total death that happen especially on a large scale, such as in a population or geographical area. ഇനി ഇതെന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ്സ് ടോട്ടൽ ഉണ്ടാകുന്ന ഡെത്ത് ആണ്. അതെങ്ങനെയാ? ഒരു വീട്ടിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് ഉണ്ടാകുന്നതല്ല പറഞ്ഞേക്കുന്നത്. ലാർജ് സ്കെയിലില് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ മൊത്തം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ, ഒരു ഭൂമിശാസ്ത്രമായ പ്രദേശത്ത് സംഭവിക്കുന്ന എന്താണ് മൊത്തം സംഭവിക്കുന്ന ഡെത്ത് ആണ് ടോട്ടൽ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ സംഭവിക്കുന്നതല്ല, അവിടെ ഒരു പോപ്പുലേഷനില് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയില്, ഒരു ഭൂമിശാസ്ത്രപരമായ ഉള്ള പ്രദേശത്ത് ഇത്ര ആളുകളിൽ എത്ര പേര് മരിച്ചു, അതാണ് നമ്മള് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇത് സാധാരണ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? It is normally represented in the form of mortality rate. Mortality rate ഏതിനാണ്? മോർട്ടാലിറ്റി റേറ്റിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തതാട്ടോ. After the mortality rate definition, ഇനി മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്താ? An index of the number of death each year or a specified time interval in a specified population is called the
മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഓരോ വർഷവുമുള്ള മരണസംഖ്യയുടെ ഒരു സൂചിക അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയുടെ ഒരു നിശ്ചിത സമയം ഇടവേളയിൽ സംഭവിക്കുന്ന ഇടവേളയിൽ ഒരു മരണനിരക്കാണത്. അതാണ് നമ്മൾ പറഞ്ഞ കറക്റ്റ് ആ ടൈം ഡ്യൂറേഷൻ വരുന്നുണ്ട് അവിടെ. അതിന്റെ അതുപോലെ തന്നെ പോപ്പുലേഷൻ ഇത്ര ആളുകളില് 1000 ആളുകളില് ഇത്ര ടൈമിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ മരിച്ച അവരുടെ ഇത് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ് ഓരോ വർഷവുമുള്ള മരണസംഖ്യയുടെ ഒരു സൂചിക അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജനസംഖ്യയിലെ ഒരു നിശ്ചിത സമയ ഇടവേളയിലെ മരണനിരക്കാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is normally expressed in population unit. Underline ചെയ്തിട്ട് മോർട്ടാലിറ്റി റേറ്റ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാ? പോപ്പുലേഷൻ ജനസംഖ്യനെ അടിസ്ഥാനമാക്കിയാണ്. പോപ്പുലേഷൻ യൂണിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. Like a death per 1000 people for a record period. ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ആണ്. or a specified time frame. ഒരു നിർദ്ദിഷ്ട സമയം ഇപ്പൊ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് അവിടെ. ഒരു നിർദ്ദിഷ്ട സമയ പരിധിക്കുള്ളിൽ 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു അതാണ് നോക്കുന്നത്. ഇനി ഇവിടെ നോക്കി അതിന്റെ ഫോർമുല പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ആ ഫോർമുല അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സൊല്യൂഷൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഫോർമുല ചോദിക്കാറുണ്ട്. ഓക്കെ, കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? The mortality rate formula used for the calculations according to the available statistic is. നമ്മൾ എങ്ങനെയാ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഉപയോഗിക്കുന്നു. അണ്ടർലൈൻ ചെയ്ത ഡാറ്റാ സെന്റൻസ്. The mortality rate formula used for the calculations according to the available statistic is. ഒരു ലഭ്യമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് നമുക്കൊരു കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഉപയോഗിക്കുന്നു. ഫോർമുല നോക്കിയതാണ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ഇങ്ങനെ കാണുന്ന നമ്പർ ഓഫ് ഡെത്ത്, അവിടെ മരിച്ച മൊത്തമുള്ള ഡെത്തിന്റെ എണ്ണം divided by total population. ആ ഒരു പോപ്പുലേഷൻ എത്രയുണ്ട്? മൊത്തത്തിലുള്ള പോപ്പുലേഷൻ into 1000 ആളുകളാണ്. 1000 people എന്ന് പറയുന്നുണ്ട്. 1000 whole divided by ഇതിപ്പോ പെർ ഡേയിൽ കാണാനാണ്. അതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ഡേയ്സ് അല്ലേ. അതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊരു ബോക്സ് വരച്ചിട്ട് എല്ലാവരും അത് ചോദിക്കാറുണ്ട് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല ചോദിക്കാറുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു ബോക്സ് വരച്ചിടുക അവിടെ. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ. ഒരു ഇയറിൽ ഒരു പ്രത്യേക ഏരിയയിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത് അതിന് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ പെർ ഡെയിലി നമ്മൾ കാണുന്നേ. അതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫോർമുല ക്ലിയർ ആണോ നോക്കിയേ? ഒന്ന് വായിച്ചു നോക്കിയ ഫോർമുല. ബോക്സിലാക്കി തന്നെ ഇട്ട് വെക്കുക കേട്ടോ. പെട്ടെന്ന് കാണാവുന്ന രീതിയിൽ ബോക്സിലാക്കി വെക്കുക ഫോർമുലാസ്. അതുപോലെ തന്നെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കണം. ഇപ്പൊ തന്നെ പഠിക്കാം. നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, ബോക്സിലാക്കിയിട്ട് എല്ലാവരും ബോക്സിലാക്കിയോ? ഇനി എല്ലാവരും പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോവാ കേട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇത്തിരിയില്ല നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു പേജും കൂടി നമ്മൾ എടുക്കാം. ഇന്നിപ്പോൾ ടീച്ചർ മാം ഇല്ല, ലീവാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. 2-3 ഫോർമുലയും കൂടി ഉള്ളൂ കേട്ടോ. അതുകൂടി ഒന്ന് ബോക്സിലാക്കിയിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, പെട്ടെന്നൊന്ന് വെള്ളം കുടിച്ചിട്ട് പോവാ കേട്ടോ.
ഓക്കെ, എല്ലാവരും എത്തിയോ? അപ്പം നമ്മൾ ആ ഫോർമുല പറഞ്ഞു, ഞാൻ ബോക്സിൽ ഇട്ട് വെക്കാൻ പറഞ്ഞു, അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേതോ? മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല പ്രോബ്ലം ഒന്നും ഇല്ല, ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ, പ്രത്യേക ഇയറില് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ സംഭവിക്കുന്ന മൊത്തം മരണം അതിന് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. മൊത്തം അവിടെ എത്ര പോപ്പുലേഷൻ ഉണ്ട്, മൊത്തം ജനസംഖ്യയും കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ 365. അതായത് നമ്മള് ഒരു വർഷത്തെ 365 ദിവസമല്ലേ, പെർ ഡേയിൽ കാണാനായതുകൊണ്ട് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നോക്കിയേ, ഇൻ ഹോസ്പിറ്റൽ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, ഹോസ്പിറ്റലില് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് എങ്ങനെയാ? ഹോസ്പിറ്റലിലെ ആട്ടെ പറഞ്ഞേക്കുന്നത് 3 അതിൽ ഫസ്റ്റത്തെ കാണാതെ നിങ്ങൾ പഠിക്കണം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഒന്ന് ടിക്കറ്റ് വെച്ചേര്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്, ഒരു പീരീഡില് ആ ഹോസ്പിറ്റലിൽ സംഭവിച്ച മൊത്തം മരണത്തെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദ ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു ടൈമില് ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ മോചിപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ എക്സ്പെക്റ്റഡ് ഡെത്ത് എന്ന് പറയാം, എക്സ്പെക്ട് ചെയ്ത ഡെത്ത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കുക കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്, ഒരു പ്രത്യേക പീരീഡില് അവിടെ മൊത്തം സംഭവിക്കുന്ന ഡെത്ത്, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തിനെ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, ആ ഒരു ടൈമില് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഡെത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇവിടെ നോക്കിയ നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ദ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU, എമർജൻസിയില് ICUയില് മരണമടഞ്ഞത് ഉൾപ്പെടെ അതും കൂടി വരും ഓൾ ഡെത്ത് എന്ന് പറയാം. എമർജൻസിയിൽ കിടന്ന് മരിക്കുന്നവരായാലും ICUയിൽ മരിക്കുന്നവരെ ഒക്കെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തിൽ അതിനകത്ത് ഉൾപ്പെടും. മസ്റ്റ് ബി കൗണ്ടഡ്, അതല്ല ഓൾ ദ ഡെത്ത് മസ്റ്റ് ബി കൗണ്ടഡ്, എല്ലാ ഡെത്തും അത് കൗണ്ട് ചെയ്യും. In denominator, all the type of discharges must be taken to account. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജുകളും നമുക്ക് ഇത് ഡിനോമിനേറ്ററിൽ കണക്കാക്കപ്പെടുന്നു. അതൊന്നും നോക്കണമെന്നില്ല, ആ ഫോർമുല മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി രണ്ടാമത് നോക്കിയേ, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇതിൽ ഒന്നാമത്തെ ടിക്കറ്റ് വെച്ചോ, ബാക്കി രണ്ടെണ്ണം ഒന്ന് നോക്കി വെച്ചാൽ മതി. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെ കാണുന്നേ? Total number of deaths that occurred after 48 hours of admission of the patient. അപ്പൊ നമ്മൾ അഡ്മിഷൻ ആയിട്ട് നമ്മൾ 48 മണിക്കൂറിന് ശേഷം 48 മണിക്കൂറിന് ശേഷം നമ്മൾ അഡ്മിഷൻ കഴിഞ്ഞ് 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന ഡെത്ത്, അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occur after 48 hours of the admission of the patient. അതായത് അഡ്മിഷൻ ആയിട്ട് 48 മണിക്കൂർ അതിന് ശേഷം നമ്മൾ സംഭവിക്കുന്ന ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ്, മൊത്തമുള്ള ഡെത്തുകളും അതുപോലെ തന്നെ ഡിസ്ചാർജുകളുടെ എണ്ണം, ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100. വെറുതെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഒന്നാമത്തെ ഫോർമുല തറവായിട്ട് പഠിച്ചു വെക്കാം. മോർട്ടാലിറ്റി റേറ്റ്, കോമൺ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയും പഠിച്ചു വെക്കാം. ഹോസ്പിറ്റലില് ഒന്നാമത്തെ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതൊന്ന് വെറുതെ നോക്കിപ്പോയാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of admission of the patient divided by total number of death and the discharges during that period. ആ ഒരു പീരീഡില്, ആ ഒരു ടൈമിലുള്ള മൊത്തം ഡെത്തുകള് ഡിസ്ചാർജുകളുടെ മൊത്തം എണ്ണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. നോട്ട് നോക്കിയേ, ഡെത്ത് occurring 48 hours of the discharge must be also reckoned in the numerator. ഡിസ്ചാർജ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഡെത്ത് ന്യൂമറേറ്ററിൽ ഉൾപ്പെടുന്നു. ഡിസ്ചാർജ് ചെയ്തിട്ട് 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന മരണം. ഓക്കെ, ഡിസ്ചാർജ് ചെയ്തിട്ട് 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഒരു മരണവും ന്യൂമറേറ്ററിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് പോയല്ലോ.
അപ്പൊ അതുകൊണ്ട് അത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കിയേ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ് എന്നാണ് കേട്ടോ. അത് ഒന്ന് കറക്റ്റ് ചെയ്തേരെ. പീരീഡ് ICUല് മൊത്തത്തിലുള്ള ഒരു പീരീഡില് സംഭവിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ, അതിൽ പീരീഡ് കഴിഞ്ഞ ഒരു ഡിവൈഡ് ഇട്ടേവിടെ, സ്ലാഷ് ഇട്ടേവിടെ, പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ദ ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡില് ICUവിൽ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ. The total number of patients discharged from ICU in that period. അതായത് ഡിസ്ചാർജ് ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മരിച്ചിട്ടാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് മാറ്റിയ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഡെത്ത് എക്സ്പെക്ട് ചെയ്യുക, എക്സ്പെക്ടഡ് ഡെത്ത്. The total number of patients discharged from ICU in that period into 100. മൂന്നാമത്തെ ഒന്നുകൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പോ ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഫോർമുലയാണ് പറഞ്ഞത്. എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ്. അത് പീരീഡ് എന്നാട്ടോ, പീരീഡ്. ഒരു പീരീഡില് ആ ICU സംഭവിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അതിനെ ഡിവൈഡഡ് ബൈ, പീരീഡ് കഴിഞ്ഞിട്ട് ഡിവൈഡ് എന്ന് ചിഹ്നം ഉണ്ട് അവിടെ, divided by total number of patients discharged from ICU in that period. ആ ഒരു പീരീഡില് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അത് 3 ഫോർമുല ഉണ്ട് ഹോസ്പിറ്റലില്. അതിന് ഒന്നാമത്തെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്നാമത്തെ ഫോർമുല തീർച്ചയായിട്ടും പഠിക്കണം. അത് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല പഠിച്ചു വെക്കുക. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയും പഠിച്ചു വെക്കുക. അത് രണ്ടും അതിന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനിയുള്ള താഴെ ചെറിയ പോയിന്റ് നോട്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൺ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ specialty specific death rate can also be calculated with maternity mortality rate etc. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രസവം ഒക്കെ ആയിട്ടുള്ളത് സമാനമായ രീതിയിൽ നമുക്ക് പ്രസവ മരണനിരക്ക് പോലുള്ള അവസ്ഥ ഒരു നിർദ്ദിഷ്ട അല്ലെങ്കിൽ പ്രത്യേക മരണനിരക്കും കണക്കാക്കാം. അപ്പൊ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കണ്ടില്ലേ? അതേപോലെ തന്നെ ആ സിമിലർ ഇതിൽ നമുക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കാണാം. പ്രസവ സംബന്ധമായി മരിക്കുന്നവരുണ്ടല്ലോ, പ്രസവത്തില് തന്നെ ആ ഒരു ഇതുണ്ടല്ലോ, അതും ഇതേ സമാനമായ രീതിയിൽ കാണാമെന്ന് പറഞ്ഞേക്കുന്നത്. മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കാണാൻ ഇതേ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി പറഞ്ഞില്ലേ, ഇതേ സമാനമായ രീതിയിൽ നമുക്ക് ഇതും കണക്കാക്കാം. മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് കണക്കാക്കാം. അതിൽ ആ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് ടിക്കിട്ട് വെച്ചേക്കാം. ഇനി ചെറിയൊരു കാര്യം കൂടി കഴിഞ്ഞ് നമുക്ക് ക്ലാസ് നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒരുപാട് എടുക്കുന്നില്ല, ഇത്തിരി ബുദ്ധിമുട്ടുള്ള സെക്ഷനുകളൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടന്റ് പറഞ്ഞു തരുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ബാക്കിന്റെ വായിക്കാന്നാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി എന്താണ്? ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ കുട്ടികള്, നവജാത ശിശുക്കളില്ലേ, പ്രസവിക്കുന്ന കുഞ്ഞു കുട്ടികളില്ലേ, അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാ കാണുന്നത് എന്നുള്ളത്. Infant mortality rate is the number of resident newborn in a prescribed geographic area, that is country, state, etc. രണ്ട് കൺട്രീനെ ഡോറിനെ മതി, country, state, etc. dying under 1 year of age. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഭൂമിശാസ്ത്ര ഒരു നിർദ്ദിഷ്ട പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക്കൽ ഏരിയ, ഒരു നിർദ്ദിഷ്ട ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന അതായത് നവജാത ശിശുക്കള് ഒരു പ്രത്യേക പ്രദേശത്ത്, ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന അല്ലെങ്കിൽ നവജാത ശിശുക്കളില് 1 വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം.
ഇപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ഒരു വർഷത്തില് അവിടെ ഉണ്ടാകുന്ന കുട്ടികളിൽ എത്ര പേര് മരിക്കുന്നുണ്ട്, നവജാത ശിശുക്കൾ മരിക്കുന്നുണ്ട്, ബർത്തോടുകൂടി മരിക്കുന്നവരുണ്ടല്ലോ അല്ലെ, കുട്ടികളെ പ്രസവത്തിൽ തന്നെ മരിച്ചു പോണ കുട്ടികളുണ്ട്. അപ്പൊ അത് അങ്ങനെ കൗണ്ട് ചെയ്യുക. ഒരു വർഷത്തിനുള്ളിൽ എന്താണ് ഒരു നിശ്ചിത ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന കുട്ടികളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം അങ്ങനെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ, അതിനെ ഡിവൈഡ് ചെയ്യണം. The number of resident live births for the same geographical area at multiplied by 1000. അപ്പൊ എന്താ, അപ്പൊ നമ്മൾ ആ ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇല്ലേ, അതിനെ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ അവിടെ നമ്മൾ ആ ഒരു പ്രദേശത്ത്, അതേ ഭൂമിശാസ്ത്ര പ്രദേശത്ത് താമസിക്കുന്ന തത്സമയ ജനത്തിന്റെ എണ്ണം. അപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഓൾറെഡി അവിടെ ഉള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പ്രദേശത്ത് 1000 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കും മൊത്തം. അതില് നമ്മൾ ചിലപ്പോ ഒരു 20 കുട്ടികള് ബർത്തോടുകൂടി മരിച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പൊ മൊത്തം നമ്മൾ എത്രയാ 20 കുട്ടികള് ആ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു. അതിന് ഡിവൈഡഡ് ബൈ മൊത്തം എത്ര കുട്ടികളുണ്ട് അവിടെ, ആ ഒരു വർഷത്തില് നമ്മൾ ജനിച്ച കുട്ടികൾ എത്രയുണ്ട്, ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്രയാ, 1000 കുട്ടികളാണ് 1000. അത് ഇട്ട് എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയോ? ഒരു നിശ്ചിത ഭൂമിശാസ്ത്ര പ്രദേശത്ത് പുതുതായി ജനിക്കുന്ന കുട്ടികൾ, അതായത് നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, അതേ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ഒരു തത്സമയ ജനത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്യുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതൊന്ന് ആ ഒരു പാരഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്തിട്ട് തരാം കേട്ടോ. ഇനി അത് കാണുന്ന ഒരു ഫോർമുലയും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഫോർമുല എന്താ, നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്. അതൊന്ന് മാറ്റി എഴുതിക്കേ. മാറ്റി എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ലാഷ് ഇട്ടതൊന്ന് വെട്ടിക്കളയാ കേട്ടോ. അവിടെ ഡിവൈഡഡ് ബൈ ഇട്ടത് വെട്ടിക്കളയാ. എങ്ങനെയാ, നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ, അവിടെയാണ് ഡിവൈഡ് വരേണ്ടത്. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ബർത്ത് ഇൻടു 1000. ഈ ഫോർമുലയും ബോക്സിലാക്കി ഇട്ട് വെച്ചേക്കുക കേട്ടോ. താമസിക്കുന്ന അവിടെ താമസിക്കുന്ന ശിശുമരണങ്ങള് അതിന്റെ എണ്ണം, അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ താമസിക്കുന്ന ടോട്ടൽ പോപ്പുലേഷൻ അല്ല, ആ ഒരു വർഷത്തില് അവിടെ റിപ്പോർട്ട് ചെയ്ത കുട്ടികളില്ലേ, ജനിക്കുന്ന കുട്ടികളില്ലേ, അതിലെത്ര പേര് മരിക്കുന്നു അതാണ് നോക്കുന്നത്. മൊത്തം ജനസംഖ്യയല്ല അവിടെ നോക്കുന്നത്, ലീവ് ബർത്ത് ആണ്. അവിടെ ആ ഒരു സമയത്ത് ആ ഒരു വർഷത്തില് ഇപ്പൊ ജീവിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ എണ്ണം ഇതാണ്, താമസിക്കുന്ന തത്സമയ ജനങ്ങളുടെ എണ്ണം കൊണ്ട്. മൊത്തം പോപ്പുലേഷൻ അവിടെ എടുക്കുന്നില്ല. ഓക്കെ, നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്, അതായത് ആ ഒരു ശിശു മരണങ്ങൾ ഇപ്പൊ ഒരു വർഷമല്ലേ നമ്മൾ പറയുന്നേ, ആ ഒരു വർഷത്തില് ജനിച്ച കുട്ടികളിൽ എത്ര പേര് മരിക്കുന്നുണ്ട് അതാണ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ. അപ്പൊ മൊത്തം എത്ര പേര്, 1000 കുട്ടികൾ ജനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 700 കുട്ടികൾ ആ ഒരു വർഷത്തിൽ ജനിച്ചെങ്കിൽ അതിലൊരു 50 പേര് മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാ, 50 ഡിവൈഡഡ് ബൈ 700. മൊത്തം അവിടെ ജനങ്ങളുള്ള റിപ്പോർട്ട് ചെയ്തത് 700 കുട്ടികളല്ലേ, അതിലാണ് നമ്മൾ നോക്കുന്നത് 30 കുട്ടികൾ മരിച്ചു എന്നാണ്. ഡിവൈഡഡ് ബൈ number of resident live births into 1000. Okay, 1000 അത് 1000 കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. കൊണ്ട് നമ്മൾ ഗുണിക്കാറുള്ളത്. ആ ഫോർമുലാസ് അതുപോലെ തന്നെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. മറ്റേതിന് 2 ഫോർമുല നമ്മൾ ബോക്സിലാക്കി ഇട്ടിട്ടുണ്ട്, ആ 2 എണ്ണം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ഇതും ഇതുപോലെ തന്നെ ആ ഫോർമുല നോക്കാം. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് വല്ല ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ തിരിച്ചിടുള്ളൂ.
അല്ലാതെ വേറെ നിങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആവും. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ന്യൂമറേറ്റർ ഏതാ ഡിനോമിനേറ്റർ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? അവിടെ നമ്പർ ഓഫ് പ്രസിഡന്റ് ഇൻഫന്റ് ഡെത്ത്. ഓക്കെ ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, അടുത്ത പറഞ്ഞേക്കുന്നത് അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നേണ്ട, അത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതാണ്, പ്രോബ്ലം ഇല്ല, അതുകൊണ്ട് അത് അത്ര നോക്കണ്ട. എന്തെങ്കിലും ഒന്ന് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചേ. 1300 infant death in 2008 among state residents. സംസ്ഥാന നിവാസികൾക്കിടയിൽ 2008 നമ്മൾ എത്രയാണ്? 2008 1300 ശിശുമരണ നിരക്ക് അവിടെ കാണിച്ചു 2008. അപ്പൊ അതിനകത്ത് മൊത്തം അവിടെ ജനിച്ചത് 2008 മൊത്തം ജനിച്ചത് എത്രയാ? നമുക്ക് 1,50,000 1,50,000 live birth in 2000 state residents. അപ്പൊ അവിടെ ജനിച്ചത് 1,50,000 ലോകബർത്തുകളില് 1300 കുട്ടികൾ മരിച്ചു. അപ്പൊ അതിന്റെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നതൊക്കെ? 1,300 ഡിവൈഡഡ് ബൈ മൊത്തം എത്രയാ? ലോകബർത്ത് എത്രയാ? 1,50,000 into 1000. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ പറഞ്ഞേ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മള്. ഓക്കെ, ഇപ്പൊ എത്രയാ പറയാ? ഇൻഫന്റ് ഡെത്ത് നോക്കിയേ, 8.7 ഇൻഫന്റ് പെർ 1000 ലീവ് ബർത്ത്. 1000 ലീവ് പെർ 1000 ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇൻറ്റു 1000 കൊണ്ട് ചെയ്തേക്കുന്നത്. ഇൻറ്റു പെർ 1000 ലീവ് ബർത്തുകളില് 8.7 ഇൻഫന്റ് ഡെത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തു. In 2008 among state residents. 2008 ഒരു സംസ്ഥാന നിവാസികൾക്കിടയിൽ 8.7 ഇൻഫന്റ് ഡെത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തു. ഓരോ നമ്മളത് എടുത്തില്ലേ, നമ്മള് പെർ ഡേ വെച്ചിട്ടാണ് മറ്റേ അതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതുകൊണ്ട് 365 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതില്ലേ. ഇവിടെ പെർ 1000 ലീവ് ബർത്ത് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ ഹോസ്പിറ്റല് ഒരു ഇക്വേഷനും കൂടി ഉള്ളൂ. എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെന്ന് ഹോസ്പിറ്റലുകളിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പീരീഡില് നമ്മൾ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ടോട്ടൽ മരിക്കുന്ന ശിശു മരണങ്ങള്, ഡെത്ത്, total number of infant in a hospital in a period divided by എന്താണ്? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? the total number infant discharges and death during that period. ആ ഒരു കാലയളവില് ഡിസ്ചാർജ് ചെയ്ത, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോയ കേസുകളൊക്കെ ഉണ്ടല്ലോ, ഡിസ്ചാർജസ് ചെയ്തത്, ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, അതുപോലെ തന്നെ മരണം അടങ്ങിയിട്ടുള്ളത് രണ്ടും കൂടി അതിന്റെ ടോട്ടൽ നമ്പർ. Total number infant discharges and death during that period into 100 ചെയ്യുക. അതിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ഫോർമുല മാത്രം നിങ്ങളൊന്ന് ബോക്സിലിട്ട് വെച്ചേക്കുക കേട്ടോ. അതിന്റെ ഡിവൈഡ് ചെയ്തത് മാറിയ കിടക്കുന്നത് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കുക. നമ്പർ ഓഫ് പ്രസിഡന്റ് ഇൻഫന്റ് ഡെത്ത്സ് divided by number of resident live births into 100,000. Okay, into 1000. ആ ഫോർമുല തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേറൊന്നും ഇല്ല. ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം, അത്രേ ഉള്ളൂ. അത്രേ ഒന്ന് നോക്കി വെച്ചേക്കും. ഇത്രയും കൂടി നമുക്ക് ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, ഇമ്പോർട്ടന്റ് അല്ല. ഇതവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചത് ഡെത്ത് റേറ്റ് പഠിച്ചു എന്താണെന്നുള്ളത്, ഡെത്ത് റേറ്റ്, അതിന്റെ നമ്മൾ 2 ഇക്വേഷൻസ് പഠിക്കാൻ പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചു. ഇവിടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഒരു ഫോർമുലാസും ആണ് ഇവിടെ ഞാൻ ഫോർമുല തന്നിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ ബൈ ഹാർട്ട്, ആ 2-3 ഫോർമുല പറഞ്ഞത് 3 ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ.
നിങ്ങൾക്ക് അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ തിരിച്ചാ ചോദിക്കുള്ളൂ. അത് മൂന്നും വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എന്നാൽ ഇത്രയും മതി. നമുക്ക് ക്ലാസ് ഒന്ന് വൈകിട്ട് ചെയ്യാം. ഇനി വേറെ ക്ലാസ് ഇല്ല കേട്ടോ. ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.